സൂര്യകുമാരിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദൈപ്പം ശരിയാക്കി തരാം പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് മനോഹരമായ കേരളത്തിലെ തന്നെ പാലക്കാട് എന്നുള്ള ഒരുപാട് ചരിത്രങ്ങളുള്ള ഒരു സ്ഥലത്താണ്. അവിടുത്തെ പ്രയാഗ ഫൗണ്ടേഷൻ ഫോർ എക്സലൻസ് ആൻഡ് ട്രെയിനിങ് കോളേജിലാണ്. ഇവിടെ നല്ല എനർജറ്റിക് ആയിട്ടുള്ള കുട്ടികളാണ്. അവരിത് സ്ക്രിപ്റ്റൊക്കെ പഠിച്ചിങ്ങനെ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ഏതായാലും കുട്ടികളെ അടുത്തോട്ട് പോവാം. കമോൺ. ഈ പറക്കും തളിക, ഇത് മനുഷ്യനെ കറക്കും തളിക. ഇതിൽ ദിലീപിൻ്റെ നിസ്സഹായ അവസ്ഥ മനോഹരമായ ഒരു കോമഡിയിൽ കൂടി അവതരിപ്പിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അതെങ്ങനെ നമ്മൾ ഇവിടുത്തെ കുട്ടികൾ അവതരിപ്പിക്കുമെന്ന് നോക്കാം. പ്രയാഗ ഫൗണ്ടേഷൻ ഫോർ എക്സലൻസ് ആൻഡ് ട്രെയിനിങ് കോളേജാണ്. എൻ്റെ പൊന്നോ, ഇവർക്ക് ഇത്ര ആവേശം ഉണ്ടാവും ഞാൻ കരുതിയില്ല. അപ്പോൾ ഈ പ്രോഗ്രാമിൽ അവസാനം വരെ ഇതേ എനർജി തന്നെ ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഉണ്ടാവില്ലേ? വെരി ഗുഡ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വിളിക്കുന്നു സ്നേഹ. എന്തുണ്ട് സ്നേഹ വിശേഷം? നല്ല വിശേഷം. എങ്ങനെയുണ്ട് ഈ കോളേജിനെ കുറിച്ച് ഒരു 2 വാക്ക് പറയൂ. കോളേജ് അടിപൊളിയല്ലേ? ആണോ? പിന്നല്ല. ഏത് നമ്മൾ പഠിക്കുന്നത് ഇവിടെ? ഞാൻ ബികോം വിത്ത് ACCA. ഓക്കെ. നാടെവിടെയാണ്? നാടെവിടെയാണ്? ഇവിടെ തന്നെ. ആണോ? ഇവിടെ തന്നെ. പാലക്കാട്. ശരി, ഓക്കെ. അപ്പോൾ തുടങ്ങാം. പാട്ട് പാടുന്നു? പാട്ടൊന്നും പാടില്ല. ഒരു മിനിറ്റ് നോക്കിക്കോട്ടെ ഡയലോഗ്. 2 hours later. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല. എനിക്കൊരു എന്തെങ്കിലും ഒരു അവസരം എനിക്ക് തരൂ. ഞാനൊന്ന് ആക്ഷൻ പറഞ്ഞോട്ടെ, എനിക്ക് കുറച്ച് ഡ്യൂട്ടിയൊക്കെ ഉണ്ട്. ഇല്ല സാർ പറഞ്ഞിട്ട് പറയാം. അപ്പൊ റെഡി, ആക്ഷൻ. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല. എന്നെ മനഃപൂർവ്വം കരിവാരിൽ തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. സത്യം പറയണല്ലോ, ഇവിടെ ട്രാഫിക് ഉണ്ടാക്കുന്നത് ആരാ? ഇവിടെ ട്രാഫിക് ഉണ്ടാക്കുന്നത് ആരാ? ട്രാഫിക് പോലീസുകാരാണ്. കംപ്ലീറ്റ് തെണ്ടികൾ, കംപ്ലീറ്റ് അഹങ്കാരികൾ. എന്റെ വണ്ടി എപ്പോ കണ്ടാലും ഒരു പേപ്പട്ടിയെ തല്ലി കൊല്ലാൻ എന്ന പോലെ എടുത്തിട്ട് ഓടാൻ പറയും. ഇദ്ദേഹത്തിന്റെ ഏത് വണ്ടിയാ സ്നേഹ? വണ്ടിയുടെ പേര് പറ. ഏത് വണ്ടിയാ നിങ്ങളുടെ? വണ്ടിക്ക് പേരില്ല. ഏത് വണ്ടിയാണ്? കാറാണ്? ബസ്. ആ, ഓക്കെ. അപ്പൊ സിനിമ കണ്ടതാ, മനസ്സിലായി. എപ്പോ കണ്ടാലും ഒരു പേപ്പട്ടിയെ തല്ലിക്കൊല്ലാൻ എന്ന പോലെ എടുത്തിട്ട് പോവാൻ പറയും. അതൊക്കെ അവർക്ക് വരും തമാശ. ഈ ബസ് കസ്റ്റഡിയിൽ എടുക്കാൻ പറഞ്ഞ ഒരു RTO ഉണ്ടല്ലോ, പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന തെണ്ടി. പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന തെണ്ടി. കൈയിട്ട് അവനിപ്പോ സിറ്റിയിൽ ഒരു ബംഗ്ലാവ് വെച്ച് സുഖിച്ച് മലന്ന് കിടക്കുക. അവനെ എന്റെ കയ്യിൽ കിട്ടിയാണ്ടല്ലോ കൊല്ലും. എന്താ നോക്കി നിൽക്കുന്ന? ഗോ ടു യുവർ ക്ലാസസ്. ഗോ ഗോ. എന്താ മോന്റെ പേര്? അജ്മൽ. എവിടെയാണ് നാട്? തിരുവില്ലാമല. മക്കളെടാ, ഞങ്ങൾ ഇവിടെ കുറച്ച് കഥകൾ പറഞ്ഞോണ്ടിരിക്കുക. നീ അവിടെ സംസാരിച്ച എങ്ങനെയാണ്? മോൻ പഠിക്കുന്നത് ഇവിടെ ഞാൻ BBA വിത്ത് ലോജിസ്റ്റിക്സ്. ഓക്കെ. ഒന്ന് തുടങ്ങിയാലോ? അതിനുമ്പ് ഒരു പാട്ടോടുകൂടി ഒന്ന് തുടങ്ങി. ഇദ്ദേഹം നല്ല രീതിയിൽ പാടുമെന്നാണ് നിങ്ങളുടെ ആരാധകരൊക്കെ പറയുന്നത്. നീ കവിതകളാൽ കനവുകളാൽ பதில் மொழியே நான் நிகழ்ந்ததுவா பதில் மொழியே உன்னோடு நெஞ்சம் உறவாகும் வேலை கண்ணீர் கமலம் தானா முகம் காட்டு நீ புதுவெண் பனி ஓடாத நீ முல்லையே. ഇപ്പൊ നമുക്ക് ആക്ടിങ്ങിലേക്ക് പോവാം. നമ്മൾ ട്രൈ ചെയ്യാം. റെഡി? ആ സിനിമ ഏതാണെന്നറിയോ? പറക്കും തളിക. കണ്ടേണോ? ഓക്കെ, റെഡി? അങ്ങോട്ട് നോക്കണം. ആക്ഷൻ. അത് ഞങ്ങളുടെ തെറ്റുകൊണ്ടല്ല, അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല.
സത്യം പറയാലോ, ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്ന ആരാ? ട്രാഫിക് പോലീസുകാരാണ്. തനി ചെറ്റകളാണ് അവർ. ഈ വണ്ടി എപ്പോ കണ്ടാലും ഒരു പട്ടിയെ തല്ലിക്കൊല്ലാനെന്ന മട്ടിൽ എടുത്തിട്ട് പോവാൻ പറയും പോലീസ്. അവർക്ക് ഇതൊക്കെ ഒരു തമാശയാണ്. ഈ വണ്ടി പിടിച്ചെടുക്കാൻ വേണ്ടി ഈ വണ്ടി എപ്പോ കണ്ടാലും പിടിച്ചെടുക്കാൻ വേണ്ടി ഒരു RTO നടക്കുന്നുണ്ട്. മിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന ഒരു തെണ്ടി കൈയിട്ട് അവൻ ഈ സിറ്റിയിൽ ഒരു ബംഗ്ലാവ് പണിതിട്ട് മലർന്ന് കിടക്കുകയാണ്. അവൻ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ. 2:30 മണിയായി, പോയിക്കോളൂ. ഓ, സന്തോഷമായി. വരൂന്ന് പറഞ്ഞപ്പോ അവിടെ നല്ല മൂക്കുത്തിയാണ് കേട്ടോ. താങ്ക് യു. ഏത് നമ്മള് പഠിക്കുന്നത്? ഞാൻ അവിടെ BBA വിത്ത് ലോജിസ്റ്റിക്സ്. നാട് ആലത്തൂര്. പേരെന്താണ്? ജിസി. തുടങ്ങിയല്ല, പാട്ട് പാടും ജിസി. പാട്ട് രണ്ടുപേരും പാട്. അതൊക്കെ അല്ലേ എൻ്റെ രസം. ഓരോരോ വാക്കിലും നീയാണിൻ സംഗീതം, ഓരോരോ നോക്കിലും നൂറല്ലോ വർണ്ണങ്ങൾ, ജീവന്റെ ജീവനായി നീ എന്നെ പുൽകുമ്പോൾ രാവെല്ലാം രാവാകും, പൂവെല്ലാം പൂവാകും. ഹൃദയമന്താരമല്ലേ നീ, മധുരമാർമോമയല്ലേ, ഒരു നിമിഷം പൂത്തൂവൽ പണിയുടെ ഓർമ്മയ്ക്കായി നീ നൽകുമോ പൂവേ, ഒരു മഴമുത്തം നിൻ കവിളിൽ പതിഞ്ഞുവോ, കിളിനാദം നിൻ കാതിൽ കുതിർന്നുവോ. അടിപൊളി അടിപൊളി, സൂപ്പർ. ആക്ടിങ്ങിലേക്ക് കിടക്കാം. റെഡി? അയ്യോ, റെഡി, ആക്ഷൻ. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, എന്നെ മനഃപൂർവ്വം കരിവാരി തേക്കാൻ കുറച്ച് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. സത്യം പറയാലോ, ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് ആരാണ്? ഇവിടുത്തെ ട്രാഫിക് പോലീസുകാരാണ്. ട്രാഫിക് കംപ്ലീറ്റ് അഹങ്കാരികൾ. കംപ്ലീറ്റ് അഹങ്കാരികൾ. അതിന്റെ വണ്ടി എപ്പോ കണ്ടാലും പേപ്പട്ടിയെ പോലെ തല്ലിക്കൊല്ലം ഓടിച്ചു വിടുന്ന പോലെ ഓടിച്ചു വിടാൻ. ഇവിടെ ഒരു RTO ഉണ്ട്. അവനിങ്ങനെ അല്ല, എന്നെ എന്റെ വണ്ടി എപ്പോ കണ്ടാലും അല്ല, ഇവിടെ ഒരു RTO ഉണ്ട്. RTO എന്തോ ചെയ്യുന്നുണ്ട്, എന്താ പറയുക, പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന ഒരു തെണ്ടി. അവൻ എന്നെ കൈ കണ്ടാലുണ്ടല്ലോ, അതിന്റെ മുമ്പ് അല്ല, അവൻ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന ഒരു തെണ്ടി. അവനിങ്ങനെ കൈയിട്ട് വാരി അവൻ സിറ്റിയിലൊരു വലിയൊരു ബംഗ്ലാവ് കെട്ടിയിട്ട് മലർന്ന് കിടക്കാണ്. ഒരു ഡയലോഗൊക്കെ പറഞ്ഞ് കള്ളനാ, പെരുങ്കള്ളൻ. അവന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ ഒന്നും ചെയ്യാൻ പറ്റില്ല. കൈയിട്ട് വാരി അവൻ സിറ്റിയിൽ തന്നെ വലിയൊരു ബംഗ്ലാവ് കെട്ടി മലർന്ന് കിടക്കുക, പെരുങ്കള്ളൻ. അവന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ. ഞാൻ കലക്കി. എന്താ ആ പാനപാത്രം ചെവിക്ക് പിടിച്ച് ഇന്ന് തിരിച്ചെടുത്തേക്ക്. മോന്റെ പേരെന്താണ്? അനൂപ്. അനൂപ്. എവിടെയാ നാട്? കാഞ്ചിക്കോട്. ഇവിടെ ഏതിനാ പഠിക്കുന്നത്? ഇവിടെ സെക്കൻഡ് ഇയർ BBA, എനിക്ക് 3rd ഇയർ. റെഡി, ആക്ഷൻ. അത് നമ്മളെ ഒപ്പം കണ്ടല്ലോ. എന്താണ് അത് ഞങ്ങളെ ഒപ്പം കൊണ്ടല്ലോ ഇവിടെ എന്താണ് കരിവേരി തേക്കാൻ കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. കംപ്ലീറ്റ് സീനാണ് അവര്. കംപ്ലീറ്റ് സീനാണ്. എന്താണ് നമ്മളൊരു വണ്ടി എടുത്ത് പുറത്തു പോയാൽ അവര് സീനാക്കും, ഭയങ്കര സീനാണ്. പണ്ട് കാര്യമില്ല അവര്. എന്താണ് നമ്മള് പോലീസല്ല, വേറെ ആരും ഇല്ല ഇവിടെ. പോലീസാണ് മെയിൻ. ഭയങ്കര പ്രശ്നമാണ്. എന്താണ് ട്രാഫിക് അതിനുള്ളൂടെ, പിന്നെ അവർ തന്നെയാണ് ഈ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ സീനാണ് അവര്. എന്താണ് പിന്നെ ബസ്സുകാർ RTO അവര് ഭയങ്കര സീനാണ്. എന്താണ് ഭയങ്കര പിശുക്കന്മാരാണ് RTO. അല്ല, പിച്ച് ചട്ടി കൈയിട്ടുകാരാണ് അവര്. എന്താണ് പോലീസുകാര് ഞാൻ പറഞ്ഞു. പിന്നെ RTO അവര് ഭയങ്കര സീനാണ്.
പിച്ചച്ചട്ടി കൈയിട്ട് വരുന്ന ടീംസാണ്, പാട്ട് കാര്യമില്ല. എന്നിട്ട് എന്താ എവിടെങ്കിലും ഇത് കഥ കൊണ്ട് നിർത്ത്, എന്നിട്ട് ഇതിന് ഇടത്തോളിയാ. പിന്നെ കൈ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യണം, നീ എന്ത് ചെയ്യും പുള്ളിയെ കൈ കിട്ടിയ? പറ്റണ ചെയ്യണ്ടേ നമ്മൾ ആ ഫ്ലോയിൽ ആ ടൈമിൽ. പിന്നെ നമ്മൾ എന്താ നമ്മൾ ഇപ്പോൾ വണ്ടി എടുത്ത് പുറത്തിറങ്ങിയാലും അവർ ഭയങ്കര പ്രശ്നമാണ്. എന്താണ് ഇല്ലാത്ത ഫൈനൊക്കെ ഇട്ട് നമ്മളെ ആർ ടി അല്ല അവിടെ പോലീസുകാർ എന്താണ്. പിന്നെ ആർ ടി ഒക്കാരും അങ്ങനെയാണ്, അവർ ആ പിച്ചച്ചട്ടി കൈയിട്ട് വരുന്ന ടീംസാണ്. അവർ അടിപൊളിയായി ബംഗ്ലാവൊക്കെ പണിഞ്ഞ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി സുഖമായിരിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ കാര്യമില്ല, കൈ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യണം. മതി, ഇത്രയും മതി. സക്സസ്. എന്താണ് നമ്മളുടെ പേര്? അജീബ. അജീബ് എവിടെയാണ് നാട്? ആലത്തൂരനെ. ആലത്തൂരങ്ങാടിയില. ആലത്തൂര്. ഏതാണ് BBA വിത്ത് ലോജിസ്റ്റിക്സ്. ഓക്കെ, തുടങ്ങിയാലോ നമുക്ക്? അപ്പോൾ റെഡി, ആക്ഷൻ. ഇത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല. ഒരു വാക്ക് പറഞ്ഞിട്ട് ബാക്കി ചോദിക്കുന്ന. ഇത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, മനഃപൂർവ്വം ഞങ്ങളെ കരിവാരിത്തേക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരെ ഇറക്കിയിട്ടുണ്ട്. സത്യം പറയാലോ, ഇവിടെ ട്രാഫിക് ഉണ്ടാക്കുന്ന ആരാ? ട്രാഫിക് പോലീസുകാരാ. ഞങ്ങൾ എവിടെ വെച്ച് കണ്ടാലും ഞങ്ങളുടെ വണ്ടി എവിടെ വെച്ച് കണ്ടാലും പേപ്പട്ടിയെ തല്ലി ഓടിക്കുന്ന പോലെ ഓടിച്ചിട്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പറയും. അവർക്കിതൊരു വെറും തമാശയാണ്. എന്തിന് ഞങ്ങളുടെ വണ്ടി കസ്റ്റഡിയിൽ എടുക്കാൻ വന്ന ഒരു ആഡിയോ ഉണ്ട്. പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന തെണ്ടി അവൻ കൈയിട്ട് വാരി സിറ്റിയിൽ ഒരു ബംഗ്ലാവ് പണിത് അതിലങ്ങനെ മലർന്ന് കിടക്കുക. അവനെ കയ്യിൽ കള്ളനാണ്, മഹാകള്ളൻ. അവനെ കയ്യിൽ കിട്ടിയാണല്ലോ. അടിപൊളി. നിന്റെ സമയം ഇപ്പൊ ഏകദേശം ശരിയായി വരുന്നുണ്ട് ഇല്ലേ? എന്താണ് പേര്? ഫെമീന. ഫെമീന എവിടെയാണ് നാട്? തേങ്കുശി. തേങ്കുശി ഇവിടെ അടുത്ത് തന്നെ അല്ലേ? അപ്പൊ റെഡി, ആക്ഷൻ. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, എന്നെ മനഃപൂർവ്വം കരിവരത്തേക്കും കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. സത്യം പറയണല്ലോ, ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് ആരാ? ട്രാഫിക് പോലീസുകാരാ. കംപ്ലീറ്റ് അഹങ്കാരികൾ. എൻ്റെ വണ്ടി എപ്പോൾ അവിടെ കണ്ടാലും പേപ്പട്ടിയിട്ട് തല്ലുന്ന പോലെ ഓട്ടിച്ചിട്ട് എടുത്തോണ്ട് പോകാൻ പറയും. പിന്നെന്തായിരുന്നു? ഞാൻ പറയാം, അവർക്ക് അതൊക്കെ ഒരു തമാശയാ. ബസ് കസ്റ്റഡിയിൽ എടുക്കാൻ പറഞ്ഞ RTO ഉണ്ടല്ലോ, പിച്ചച്ചട്ടി കൈയിട്ട് വരുന്ന തെണ്ടി. അവൻ പിച്ചച്ചട്ടി കൈയിട്ട് വാരി ബംഗ്ലാവ് പണിന്ന് മലന്ന് കടക്കാം. പാട്ട് പാടല്ലോ. ഞാൻ പറയാം, കൈയിട്ട് വാരി ബംഗ്ലാവ് പണിന്ന് മലന്ന് കടക്കണം. എന്താണ് പിച്ചച്ചട്ടി കൈയിട്ട് വാരി സിറ്റിയിൽ ബംഗ്ലാവ് പോലത്തെ കൊട്ടാരം പണിത്, കൊട്ടാരം പോലെ ബംഗ്ലാവ് പണിത് മലന്ന് കിടക്കണം അല്ലേ? അങ്ങനെയാണ് കൊട്ടാരം പോലെ ബംഗ്ലാവ് പണിത് മലന്ന് കിടക്കാണ്. മറ്റേ RTO കഷണ്ടിത്തൻ. എന്നിട്ട് എന്താണ് പേരും കള്ളനാണ്. പോലീസാണോ? RTO കഷണ്ടിത്തലയാണോ? അവനെ എന്റെ കൈ കെട്ടിയാണ്ടല്ലോ, എന്ത് ചെയ്യും? അവനെ കൈ കെട്ടിയിട്ട് രണ്ടെണ്ണം അങ്ങോട്ട് പിന്നെ ഭയങ്കര ഇങ്ങനെ വണ്ടിയുമായിട്ട് പുറത്ത് പോയപ്പോൾ സ്കൂട്ടർ ഓടിക്കൂ? ലൈസൻസ് ഇല്ല, ഓട്ടോ അറിയില്ല, വണ്ടി ഓടിക്കാൻ അറിയില്ല. ഓക്കെ, പഠിക്കാൻ വണ്ടിയൊക്കെ ഓടിക്കാൻ പഠിക്കണ്ടേ? പഠിക്കണം. ഒരിക്കൽ പഠിച്ചു, വീടപ്പം നിർത്തി. ഓക്കെ, അപ്പൊ താങ്ക് യു. ഒരു ഓളമായിക്കോട്ടെ എന്ന് കരുതി ഇത് കണ്ടോ എന്റെ തലയ്ക്കാണ് ഓളെന്നാണ് അവള് വിചാരിക്കുക. പേര് വിഷ്ണു. നാട്? പഠിക്കുന്നത്? BBA. ഓക്കെ, തുടങ്ങാൻ മതി. നീ പാട്ട് പാടുമെന്ന് അവർ പറഞ്ഞു. ഞാൻ ഡയലോഗ് പറയുന്നതിനെ പാട്ട് പറഞ്ഞു. അവൻ ഡയലോഗ് പറയുന്ന തന്നെ പാട്ട് പാടുന്നതാണ് കാണുന്നത്, അങ്ങനെയാണോ പറഞ്ഞത്? റെഡി, അപ്പോൾ ആക്ഷൻ. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, എന്നെ മനഃപൂർവ്വം കരിവാരി തേക്കുന്ന കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ട്. സത്യം പറയാലോ? സത്യം പറയാലോ? ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്ന ആരാ? ഇവിടുത്തെ കുറച്ച് ട്രാഫിക് പോലീസുകാരല്ലേ. എന്റെ ബസ് എവിടെ വെച്ച് കണ്ടാലും അവന്മാരെ എന്നെ പേപ്പട്ടിയെ ഓടിക്കുന്ന പോലെ ഓടിച്ചിട്ട് വിടും.
ഓടിച്ചിട്ട് വിടും. ഓടിച്ചിട്ട് വിടും. അവർക്ക് ഇത് വെറും ഒരു തമാശയാണ്. ആർട്ടിയുണ്ടോ? ആർട്ടി ഉണ്ട്. അവൻ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന ചില തിണ്ടി, അവൻ എന്നെ തിണ്ടി. അവൻ കൈയിട്ട് വാരി ഇപ്പൊ ഒരു നാട്ടിലൊരു ബംഗ്ലാവ് പണിതു. കഥ പറയുന്ന കാര്യമുണ്ട്. ഒരു ബംഗ്ലാവ് പണിതു എന്നിട്ട് അവൻ മലന്ന് കിടന്ന് ആസ്വദിക്കാൻ അത്ര തന്നെ. അവൻ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ അത്ര രസമില്ലേ? അങ്ങനെ പവനായി ശവമായി. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. എന്നാണ് പേര്? അസ്ന. എവിടെയാണ്? ആലത്തൂര്. റെഡി, ആക്ഷൻ. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, മനഃപൂർവ്വം എന്നെ കരിവാരി തേക്കാൻ കുറച്ച് പേര് ഇറങ്ങിയിട്ടുണ്ട്. സത്യം പറയാലോ, ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് ആരാ? ട്രാഫിക് പോലീസുകാരാ. കംപ്ലീറ്റ് അഹങ്കാരികൾ. എന്നെയും എൻ്റെ വണ്ടിയെയും ഒരു പേപ്പട്ടിയെ തല്ലി ഓടിച്ചു വിടുന്ന പോലെ ഓടിച്ചു വിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറയും. അവർക്കത് വെറും തമാശയാണ്. എൻ്റെ ബസ് എവിടെ കണ്ടാലും കസ്റ്റഡിയിലെടുത്ത് കസ്റ്റഡിയിൽ എടുക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു RTO ഉണ്ട്. മഹാനാണോ അദ്ദേഹം? അല്ല, പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന ഒരു മഹാ തെണ്ടി. കള്ളനാവൻ, പേരും കള്ളൻ. പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി സിറ്റിയിലൊരു ബംഗ്ലാവും കെട്ടി മലർന്ന് കിടക്കുക. അവനെ എൻ്റെ കയ്യിൽ കിട്ടിയുണ്ടല്ലോ. ഇനി ഞാൻ ഇവിടുന്ന് കൊലപാതകയാവും. ഒരു സ്മോൾ അടിച്ചിട്ട് പോടാ. അടിച്ചന് അച്ഛന്റെ പ്രായം ഉണ്ടായി പോയി. ലാസ്റ്റ് സപ്പറോടോ. എന്താ മോളുടെ പേര്? അശ്വിനി. എവിടെയാണ് നാട്? നൂറണി. ഓക്കെ, റെഡി, ആക്ഷൻ. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല. എന്നെ മനഃപൂർവ്വം കരിവാരി തേക്കാൻ കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഈ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഒന്നുകൂടെ പോട്ടെ. ഇദ്ദേഹത്തിന്റെ അഭിനയ വൈഭവം എന്താണെന്ന് നിങ്ങൾ കണ്ട് മനസ്സിലാക്കി കേട്ടോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഇത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല. എന്നെ കരിവാരി തേക്കാൻ കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഈ ട്രാഫിക് ബ്ലോക്ക്, സത്യം പറഞ്ഞ ഈ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കണത് ആരാ? ട്രാഫിക് പോലീസുകാരാണ്. കംപ്ലീറ്റ് അഹങ്കാരികളാണ്. എന്റെ വണ്ടി എവിടെ കണ്ടാലും പേപ്പട്ടി ഓടിച്ചു വിടുന്ന പോലെ എടുത്തോണ്ട് പോവാൻ പറയും. ഒരു RTO ഉണ്ട്. എന്റെ വണ്ടി കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടിട്ട് അതിനു വേണ്ടി ജനിച്ച ആളാണെന്ന് തോന്നുന്നില്ലേ? പിച്ചച്ചട്ടിയില് കൈയിട്ട് വാരുന്ന പോലെ വാരി അവൻ സിറ്റിയിൽ ഒരു ബംഗ്ലാവ് കെട്ടി വെച്ചിട്ടുണ്ട്. മലന്ന് കിടക്കാണ് അവിടെ. കള്ളൻ, പേരും കള്ളൻ. അവൻ എന്റെ കൈ കിട്ടിയുണ്ടല്ലോ, ശരിയാക്കി തരും. പിന്നെ അല്ല, ഉണ്ണുണ്ണിച്ചാൻ അറിയോ, പേ പിടിച്ചൊരു പട്ടിയെ പോലെ ഞാൻ ഓടി നടക്കുന്നത്. ഞാനൊരു അല്പം മനസമാധാനത്തിനാണ് ഇവിടെ വരുന്നത്. ഉണ്ണുണ്ണിച്ചാന് പറ്റുമെങ്കിൽ എന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊരിത്താ. എങ്ങനെയുണ്ട് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ ആക്ടിങ്? അപ്പം ഇദ്ദേഹം അതുക്ക് മേലെ ചെയ്യുന്നൊരു കോൺഫിഡൻസിലാണ് വന്ന് നിൽക്കുന്നത്. അങ്ങോട്ട് നോക്കുക. പേരൊന്ന് പറഞ്ഞ മോളുടെ? സൂര്യ. തുടങ്ങാം. റെഡി, ആക്ഷൻ. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, മനഃപൂർവ്വം കരിവാരി തേക്കാൻ വേണ്ടി കുറച്ച് ആളുകൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. സത്യം പറയാലോ, ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് ആരാ? ഇവിടുത്തെ ട്രാഫിക് പോലീസുകാരാ. കംപ്ലീറ്റ് അഹങ്കാരികളാ. എവിടെ വെച്ച് ബസ് കണ്ടാലും അപ്പോ പേപ്പട്ടി തല്ലി ഓട്ടിക്കുന്ന പോലെ അവിടെ നിന്ന് ഓട്ടിക്കും. ഒരു RTO ഉണ്ട്. ബസ് കസ്റ്റഡിയിൽ എടുക്കണമെന്ന് ഉത്തരവിടുന്ന RTO. പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന തെണ്ടിയാണ്. കൈയിട്ട് അവൻ സിറ്റിയിലൊരു ബംഗ്ലാവ് പണിതിട്ടുണ്ട്. അവിടെ മലർന്ന് കിടക്കുക അവൻ. കള്ളനാ, പേരും കള്ളൻ. പിന്നല്ല. ഈ ചെക്ക് കൊണ്ട് തന്നെ നടക്കുവോ? ഈ ചെക്കും കൊണ്ട് അവൻ കുറേ നടക്കും. എന്താണ് എന്റെ അടുത്ത് നോക്കുന്നത്? എന്തിനാ എന്നെ വിളിച്ചത്? എന്താ പേരോ? ഫിറോസ്ക. ഓ, പേര് ചോദിക്കാൻ. എവിടാ നാട്? പേര് പറഞ്ഞിട്ടേ പറയത്തുള്ളത്. എന്താ പേര് പറ? റംല. എവിടെയാ നാട്? ആലത്തൂർ. ഇന്ന് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വീട്ടിലൊക്കെ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഉമ്മ, വാപ്പ, പിന്നെ അനിയത്തി. റാപ്പ് സ്റ്റൈലാണ്. വീട്ടിൽ ഉമ്മ, വാപ്പ. റെഡി, ആക്ഷൻ. ഇത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല,
എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. സത്യം പറയണല്ലോ, ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് ആരാ? ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് ആരാ? പറ. ട്രാഫിക് പോലീസുകാരാണ്. കംപ്ലീറ്റ് അഹങ്കാരികൾ. എന്റെ വണ്ടി എവിടെ വെച്ച് കണ്ടാലും ഒരു പേപ്പട്ടിയെ തല്ലിക്കൊല്ല ഓട്ടിച്ചു വിടുന്ന എന്ന പോലെ എന്തോ ഈ പറയുന്നത്? ഒരു പേപ്പട്ടിയെ തല്ലിക്കൊല്ലാൻ എന്ന പോലെ എടുത്തോണ്ട് പോകാൻ പറയും. അവർക്കതൊരു തമാശയാണ്. എന്തിന്? ഇവിടെ ഒരു ആർട്ടി ഉണ്ട്, എന്റെ വണ്ടി കസ്റ്റഡിയിൽ എടുക്കണം പറഞ്ഞൊരു ആർട്ടി ഉണ്ട്. പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന തെണ്ടി. കൈയിട്ട് വാരി അവന് സിറ്റിയിൽ ഒരു ബംഗ്ലാവ്, കൊട്ടാരം പോലത്തെ ഒരു ബംഗ്ലാവ്, കൊട്ടാരം പോലത്തെ ഒരു ബംഗ്ലാവ് പണിത് മലന്ന് കിടക്കുക. ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ? നിങ്ങൾ ആരും അറിയാത്തൊരു കാര്യമുണ്ട്. ഇച്ചയെന്ന് പറഞ്ഞ ഇങ്ങനെ തിരിയത്തില്ലേ, ഈ തിരിയുന്ന സ്ക്രിപ്റ്റ് എടുത്ത് നോക്കിയിട്ടെങ്കിൽ വരുവാണ്. മനസ്സിലായ കള്ളനാ, പെരുങ്കള്ളൻ. അവൻ എന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ. എന്താ കൈ കിട്ടിയാ പോരട്ടെ, കഴിഞ്ഞോ? ഓക്കെ. അപ്പോൾ നമ്മുടെ സമ്മാനം കൊടുക്കാനുള്ള സമയമായി. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു. എങ്കിലും ഒരല്പം കൂടി ഒരു ചെറിയ പോയിന്റിനൊക്കെ മുന്നിൽ നിൽക്കുന്ന 1-2 പേർക്കാണ് നമ്മൾ പ്രൈസ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആദ്യമായി തന്നെ എത്തി ഇവിടെ മനോഹരമായി പെർഫോം ചെയ്ത സ്നേഹവേദി. അപ്പോൾ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക ഒരു ഗിഫ്റ്റ്. ഭയങ്കര രസകരമായിട്ടുള്ള പേനയാണ്, ഗ്ലോബലിൻ്റെ തന്നെയാണ്. പിന്നെ കസ്റ്റമൈസ് യുവർ ഫേവറേറ്റ് ഫ്രാഗ്രൻസ്, വേൾഡ് ഗോൾഡൻ പെർഫ്യൂമിൻ്റെ ഭയങ്കര രസകരമായിട്ടുള്ള ഗുഡ് സ്മെല്ലാണ്. ഓക്കെ, അപ്പോൾ കൺഗ്രാറ്റ്സ്. ഇനി ഞാൻ വിളിക്കുന്നു അജീബ. എന്തുണ്ട് അജീബ വിശേഷം? ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക ഒരു തൊപ്പി, അവരുടെ തന്നെ ഒരു പെന്ന്. ഭയങ്കര രസമാണ് ആ പെന്ന്. മോസ്റ്റ് കസ്റ്റമർ പ്രിഫേർഡ് ബ്രാൻഡായ സ്പൈസ് കേക്ക്സ് നൽകുന്ന ഒരു മനോഹര രുചിയുള്ള കേക്കാണ്. ഇനി ഞാൻ വിളിക്കുന്നു മിസ്റ്റർ വിഷ്ണു. വിഷ്ണുവിൻ്റെ ശരിക്കുള്ള കൈയുടെ ആക്ഷൻ ഉണ്ടാകുന്നതാണ് ഈ പേന തരുന്നത്. അത് വളരെ ഉപകാരപ്പെടും. ഇതൊക്കെ പടങ്ങളായിട്ട് മാറും. ഇന്ത്യയുടെയൊക്കെ പടം വരും ഇങ്ങനെയൊക്കെ വരയ്ക്കും കേട്ടോ. ഓക്കെ, ഇനി ഞാൻ വിളിക്കുന്നു സൂര്യ. ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ ഒരു ഗിഫ്റ്റ്, അവരുടെ ഒരു പേന. ഓക്കെ, അപ്പോൾ കൺഗ്രാറ്റ്സ്. ഇനി ഞാൻ വിളിക്കുന്നു മിസ്റ്റർ അനൂപ്. ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ വക ഒരു തൊപ്പി. വെക്കാവോ? മുടി ഫ്രീ കാട്ടൊക്കെ വെച്ചിരിക്കുന്നുണ്ട്, ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ശരി. ഇതാ അവരുടെ തന്നെ ഒരു പെന്ന്. ഓക്കെ, ഇനി ഞാൻ വിളിക്കുന്നു ജിസി. ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ ഒരു ഗിഫ്റ്റാണ്. ഇതാ, കൺഗ്രാറ്റ്സ്. അടുത്തതായിട്ട് ഞാൻ വിളിക്കുന്നത് ഒരു റാപ്പറയാണ്. അദ്ദേഹം ഭയങ്കര ഭാവിയിലെ വലിയൊരു റാപ്പറായി മാറാൻ പോവുകയാണ്. റംലയുടെ റാപ്പിനുള്ളൊരു ഗിഫ്റ്റാണിത്. ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ വക ഒരു ഗിഫ്റ്റ്. ഇതാ ഒരു പേന. ഓക്കെ, അപ്പോൾ പ്രയാഗ കോളേജിൽ എന്താണ്, റാപ്പറുണ്ട്, സിംഗറുണ്ട്, ആക്ട്രസ് ഉണ്ട്, ഒന്നും പറയേണ്ട എല്ലാം. അതാണ്ട് സ്റ്റോറി റൈറ്ററുണ്ട്, ഷാറൂഖ് ഖാനുണ്ട്. അപ്പോൾ ഒരു മൊത്തത്തിലൊരു മിക്സഡ് ആയിട്ടുള്ള വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇനി ഒരു എപ്പിസോഡ് കൂടെ ചെയ്യാനുണ്ട്. അത് മറ്റ് ചില കുട്ടികൾ ഇവിടെ ഓക്കെ ആയിരിക്കുകയാണ്. തൽക്കാലം നമ്മൾ ഇവിടെ പറയുകയാണ് ഗുഡ് ബൈ.